അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് എപ്പിസോഡ് 24 ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളാണ് ഇന്ന് 90%ഉം സ്ക്രീൻ സ്പേസ് എടുത്തിരിക്കുന്നത്. അതായത് ഇന്ന് അനുമോൾ അടുക്കളയിൽ കയറിയിട്ടില്ല. അങ്ങനെയാണ് ആദ്യം രാവിലെ തന്നെ എല്ലാവരും അനുമോൾക്കെതിരെ തിരിയുകയാണ്. അതായത് അക്ബർ, ആപ്പാനി ശരത്ത്, അഭിലാഷ്, റെന ഇവരെല്ലാവരും അനുമോളിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ അനുമോളിന് കിച്ചൺ ടീമിൽ കയറണ്ട, അല്ലെങ്കിൽ അനുമോൾ വേറെ ആർക്കും ഒന്നും പണിയെടുക്കാൻ അവസരം കൊടുക്കുന്നില്ല, ഫുൾ ടൈം സ്ക്രീൻ സ്പേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ക്രെഡിറ്റ് അനുമോൾക്ക് തന്നെ വേണം. പക്ഷേ അനുമോൾ ടേസ്റ്റി ഫുഡാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും അനുമോളിനെ എതിർക്കുന്ന ആൾക്കാർ വരെ സമ്മതിക്കുന്നുണ്ട്. അത് ഒരു കാര്യം തന്നെ. അതിൻ്റെ ഇടയിൽ ജിസലും എല്ലാവരും ഹൗസിലുള്ള എല്ലാവരും ഒരേ സമയം അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന ഒരു നിലപാടിലോട്ടേക്കാണ് ഇപ്പോൾ ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും എത്തിയിട്ടുള്ളത്. ഇത് ബുദ്ധിപരമായി കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനുമോൾ സ്ട്രാറ്റജിക്കലായിട്ട് ഇതൊരു മൂവ് ആണെങ്കിൽ അനുമോളിൽ തന്നെ ഇത് ഗുണമായിട്ട് മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പാനിയൊക്കെ ഇന്ന് സൈഡായി പോയി. ആപ്പാനിയല്ല, നമ്മുടെ അനീഷൊക്കെ ഇന്നൊരു തരത്തിൽ സൈഡായിപ്പോയി. അനാവശ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അനീഷ് ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ നമുക്കറിയാം, ഡിക്റ്റേറ്റേഴ്സായിട്ട് അടിമകളെ നയിക്കുന്ന കാര്യങ്ങൾ നവിനും ജിസലിനുമാണ് ഇപ്പോൾ അതിനുള്ള സംഭവങ്ങൾ കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലത്തെ ഒരു ടാസ്കിൽ വിജയിച്ചതിൻ്റെ ഫലമായിട്ട് നവിനും ജിസലും രാജാവും രാജ്ഞിയുമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അടിമകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നവീൻ പറയുന്നത് ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അനുമോൾ, ഇതിൽ ആരെങ്കിലും ഈ വീട്ടിലുണ്ടാവും, ഞാൻ എന്തായാലും അനുമോളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നൊക്കെ. അതിൻ്റെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. അതായത് നവീൻ വീട്ടിൽ നിന്നും ഇറങ്ങി ഇനി വീട്ടിൽ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഫേക്ക് ന്യൂസാണ്. അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ പണിപ്പുരയിൽ ഇന്ന് കയറാൻ അനുവദിച്ചത് ജിസലിനെയും നവീനെയാണ്. അവർക്ക് 3 പ്രാവശ്യം കയറാനുള്ള ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടുകയും ചെയ്തു. പണിപ്പുരയിൽ കയറിയതിനെ തുടർന്ന് ഒരുപാട് സംഭവങ്ങൾ കിട്ടുകയും ചെയ്തു. പക്ഷേ അതിനുള്ള വലിയൊരു 7ന്റെ പണി ബിഗ് ബോസ് വൈകാതെ കൊടുത്തു. അതായത് അവർ കണ്ടിന്യൂസ്ലി 7 ആൾക്കാർ, അടിമകളായിരിക്കുന്ന 7 ആൾക്കാർ കണ്ടിന്യൂസ് ടാസ്ക് റൂമിൽ നിന്ന് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് 20,000 പോയിന്റ്സ് ഉണ്ടാക്കണം എന്നുള്ളൊരു സംഭവം. അപ്പോൾ രാവിലെ അനുമോൾ ഒറ്റപ്പെടലും സ്ട്രാറ്റജി അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ പോയി. അതിൻ്റെ ഇടയിൽ ബിഗ് ബോസിൻ്റെ നമ്മുടെ കൺഫ്യൂഷൻ റൂമിൽ പോയിട്ട് മേത്ത് ബക്കറ്റിൽ വെള്ളം കോരി ഒഴിച്ചതുപോലെ കരഞ്ഞ് തള്ളുന്നുണ്ടായിരുന്നു. അമ്മാതിരി രീതിയിലാണ് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ സത്യമാണോ സത്യമല്ലേ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കിനി വൈകാതെ വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള സംഭവങ്ങൾ നോക്കിയിരുന്ന് കണ്ട് മനസ്സിലാക്കാം. അതിൻ്റെ ഇടയിൽ ജിസൽ പണിപ്പുരയിൽ നിന്ന് അനുമോളിൻ്റെ ട്രാക്ക് സ്യൂട്ട് അറിയാതെ എടുത്തിട്ടുണ്ടായിരുന്നു നവീൻ. അതെടുത്ത് കൊണ്ടുപോയി തിരിച്ചിട്ടു. അത് പക്ഷേ അനുമോൾ കാണാൻ ഇടയാവുകയും ചെയ്തു. ജിസലൊക്കെ എന്ന് പറഞ്ഞാൽ 100% എനിമി പോലെയായി മാറിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ജിസൽ എന്നും ഹൗസിൽ ഇതുവരെ ഒരു അനാവശ്യ ഡ്രാമയൊന്നും ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. വെൽ ബിഹേവ്ഡ് ആയിട്ട് ഇതുവരെ ഹൗസിൽ തോന്നുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദില, നൂറ, ജിസൽ ഇവരൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്ന കണ്ടസ്റ്റൻസിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ളത് കണ്ടസ്റ്റൻസ് ആയിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ രേണു സുധി എന്നൊക്കെ പറയുന്ന ഒരാൾ ആ ഹൗസിൽ എന്തിനാണെന്ന് കൂടി മനസ്സിലാവാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ട്. അതായത് ഇന്നൊരു 1% കൂടി രേണു സുധീനെന്ന് കാണിച്ചിട്ടില്ല. ഒരു ഒറിജിനൽ കണ്ടന്റ് ഉണ്ടാക്കാനോ താല്പര്യമുള്ള ഒരു കാര്യം സൃഷ്ടിക്കാനോ ഒന്നും ഒരു ഇതില്ല. ഈവൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആൾക്കാർ മുഴുവൻ പറയുന്നത് തീരെ ഡിസേർവിങ് അല്ല. നമ്മുടെ ഹോട്ട് സീറ്റ് സരിക, നമ്മുടെ KB ഇതിലും മികച്ചതാണെന്നൊക്കെയായിരുന്നു ആൾക്കാർ പറയുന്നത്. സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷെ അവർ ഔട്ടായി. എല്ലാം വോട്ടിങ്ങിൻ്റെ കയ്യിലല്ലേ. രേണു സുധിക്ക് വോട്ട് കിട്ടുന്നുണ്ടാവും. അതാണ് പുള്ളിക്കാരി അവിടെ നിൽക്കാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും മിക്കവാറും 1-2 ആഴ്ചേൻ്റെ ഉള്ളിൽ രേണു സുധി മിക്കവാറും അടുത്ത ആഴ്ച തന്നെ ഔട്ടാവുന്നതാണ് എൻ്റെ ഒരു ശക്തമായ ഒരു തോന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അനുമോളിൽ നിന്ന് മാറിയിരിക്കുമ്പോൾ നമ്മുടെ ആപ്പാനിയും അക്ബറൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടേയിരിക്കുന്നുണ്ട്. അക്ബറാണ് കൂടുതൽ ചൊറിയാനുള്ള വീരൻ എന്ന് പറയേണ്ടി വരും. അടുത്ത് പോയി ബുള്ളി എന്ന പോലെ തന്നെ പറയേണ്ടായിരുന്നു. ഈവൺ അത് ജിസൽ ആ ഒരു സംഭവം എടുത്ത് പറയുകയും ചെയ്യണ്ടായിരുന്നു. നിങ്ങൾ പോയി ഷൗട്ട് ചെയ്യരുത്, നിങ്ങൾ പോയി ഷൗട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് അതിനുള്ള മോശം. ഈവൻ ക്യാമറയിൽ ഇത് ടെലികാസ്റ്റ് ആയി വരുമ്പോൾ മേ ബി നിങ്ങൾക്ക് റോങ് ആയിട്ടായിരിക്കും അത് വരിക എന്നുള്ളൊരു കറക്റ്റ് പോയിൻ്റാണ് ജിസൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അനുമോളിൻ്റെ സംഭവം അനുമോളിനെ അങ്ങ് വിടുക എന്നുള്ള ഒറ്റൊരു സംഭവമേ ഉള്ളൂ. ആരും മൈൻഡാക്കുന്നില്ല എന്നുള്ളൊരു സംഭവത്തിലോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലേറ്റ് മാറി അവർ തന്നെ സ്വയം കാര്യത്തിലോട്ടേക്ക് തിരിച്ചു വരും. അതുപോലെ തന്നെ ഇന്ന് ഫുഡൊക്കെ ഫുൾ അവോയ്ഡ് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് കണ്ടത്. ഇടക്കിടയ്ക്ക് ആപ്പിളും ഫുഡൊക്കെ മര്യാദയ്ക്കൊക്കെ കഴിക്കുന്നുണ്ട്, ആരും കാണാതെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്ന മെയിനായിട്ടുള്ള സംഭവം. അതിൻ്റെ ഇടയിൽ ആപ്പാനിക്കും നമ്മുടെ അക്ബറിനും നല്ല പണിയെന്നുള്ള പോലെ അനുമോളിന് ഒരു സ്ഥലത്ത് നിന്ന് ഇവർ കുത്തിക്കയറ്റി കൊടുക്കുന്നുമുണ്ട് ഓരോന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ അഭിലാഷും ഷാനവാസും കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ അതിൻ്റെ ഇടയിൽ നടത്തുന്നുണ്ട്. അനുമോളിനെ വെച്ച് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റവർക്ക് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കാര്യം സൈഡ് ട്രാക്ക് സംഭവം അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്.
ഇന്ന് നടന്ന മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. So if you feel like watching more videos, please subscribe to the channel. We'll come with another video next time. Until then, take care and bye bye guys.